കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ ആയിരമായിരം നന്ദി പറയുകയാണ്. എൻ്റെ പേര് സിമി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വരുന്നത് അബുദാബിയിൽ നിന്നാണ്. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങി 4:40. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് ഡയറക്റ്റ് വന്നത്. ഇത്ര നേരമായിട്ട് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ കൃപാസനം എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ അവിടെ ഇരുന്ന് യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ എല്ലാം വചനം കാണും, സാക്ഷ്യം കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും, ദൈവമേ എനിക്കിവിടെ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ പറ്റണമേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിനെ ഓർത്ത് ആയിരമായിരം നന്ദി പറയുകയാണ് ദൈവത്തിന്. ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഭർത്താവ്, എനിക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ ഭർത്താവ് IT ഓഫീസറായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു സുപ്പീരിയർ ഹെഡ്, അദ്ദേഹത്തിൻ്റെ ഹെഡ് എപ്പോഴും ഭയങ്കര ടോർച്ചറിങ് ആണ് അദ്ദേഹത്തെ. അപ്പം എപ്പോഴും വന്നിരുന്ന് വീട്ടിൽ വന്നിരുന്ന് കരച്ചില്ല. പെണ്ണുങ്ങൾ വന്നിരുന്ന് കരയുന്ന പോലെ കരയുന്നു. കാരണം ഞാനിങ്ങനെ ആണുങ്ങൾ കരയുന്ന കണ്ടിട്ടില്ല. അതുപോലെ വന്നിരുന്ന് കരച്ചില്ല വീട്ടിൽ. അപ്പം ഞാനിപ്പം എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ, പുള്ളി ഒരു ഈജിപ്ഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഇരുന്ന് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും പുള്ളിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പള്ളിയിൽ, അബുദാബി പള്ളിയിൽ ഒരു ധ്യാനം നടക്കുകയാണ്. അപ്പം ചേച്ചി ബിന്നി എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് വന്നിട്ട് പറയാണ്, ഇങ്ങനെ മോളെ ഞാൻ അവിടെ ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പം 2023 നടക്കുന്നത്. അപ്പം അവിടെ പ്രാർത്ഥിച്ചു, എനിക്ക് രോഗസൗഖ്യം കിട്ടി. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയതായിരുന്നു. കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മാതാവിൻ്റെ കാശുരവും കൈ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു പോയെന്ന് പറയുന്നു. കാരണം സർജറി വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് OT മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്കും വിശ്വാസം ആ ചേച്ചിക്ക്. എന്നോട് വന്ന് ആ ചേച്ചി പറയുകയാണ്, എന്നോട് വന്ന് പറയുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്. പക്ഷേ എന്നോട് വന്ന് പറയുകയാണ്, ഇങ്ങനെ മോളിങ്ങനെ കാര്യങ്ങളുണ്ട്, രോഗസൗഖ്യം വന്ന് എന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി എനിക്കിവിടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഞാൻ പോകുന്നത്? ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് ഒക്കെ നാട്ടിലോട്ട് ഇത് എടുക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ശരി, ഞാനെന്നാ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുക്കാം. ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങിയതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷെ ആരും വിശ്വസിക്കത്തില്ല, 2 ദിവസം കൊണ്ട് എൻ്റെ ഭർത്താവിന് പറഞ്ഞാൽ ഹൈ പ്രൊഫൈലായിരുന്നു. ഈ CV-ക്കകത്ത് കാണിക്കുന്നതെല്ലാം ബയോഡേറ്റ എവിടെ കൊടുത്താലും പറയും, ഓ ഹൈ പ്രൊഫൈൽ, ജോലി കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ 2 ദിവസം കൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഞാനപ്പോൾ എടുത്തു. ഞാൻ ഓൺലൈൻ ചേച്ചി പറഞ്ഞ പ്രകാരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ജോലിക്കും ഇൻ്റർവ്യൂവിന് ആദ്യം വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ജോലിയും കിട്ടി. ഇപ്പം 1 വർഷത്തോളം അദ്ദേഹത്തിന് ജോലിയായിട്ട്. പിന്നീട് ഞാൻ മാധവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു നേഴ്സാണ്, പക്ഷേ 13 വർഷമായിട്ട് എനിക്ക് ജോലിയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അപ്പം ഞാൻ മൂത്ത ആൾക്ക് 10 മാസം ഉള്ളപ്പോൾ എനിക്ക് ജോലി കിട്ടി. അപ്പം ജോലി കിട്ടിയെങ്കിൽ ഞാൻ പോയില്ല. കാരണം എൻ്റെ പിള്ളേരെ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാമെന്നുള്ളതൊരു, ശരിക്കും പറഞ്ഞാൽ ആരെയും ജോലിക്കാരെ നിർത്തുവോ, അവിടെ ഫിലിപ്പിനേഴ്സാണ് കൂടുതൽ, ഫിലിപ്പിനേഴ്സിനെ വീട്ടിൽ നിർത്തുവോ, അതുമല്ലെങ്കിൽ ഇപ്പം പേരൻസിൻ്റെ, ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പപ്പായുടെയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആരെങ്കിലും വീട്ടിൽ നിന്ന് വന്ന് നിൽക്കാം. പക്ഷെ അവർക്ക് ആർക്കും വന്ന് നിൽക്കാൻ വേണ്ടി സാഹചര്യമല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ പിള്ളേരെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. ഞാനിന്നിപ്പം ജോലി വേണ്ട എന്ന് 10 മാസമായപ്പോൾ ജോലി കിട്ടിയെങ്കിൽ ഞാൻ ജോലിക്ക് പോകാതെ ഞാൻ ഇരുന്നു. അതിനുശേഷം എനിക്ക് DHAയുടെ, ഇപ്പം ഞാൻ അച്ഛനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ വേണം എഴുതാൻ, അത് എഴുതിയാലേ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ. അപ്പം ഞാൻ നോക്കിയിട്ട് ഈ DHAയുടെ ലൈസൻസ് എന്ന് പറയുന്നത് എനിക്ക് നടക്കാത്ത കാര്യമാണ്. കാരണം ആദ്യം ഞാനൊന്ന് ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി ഹാദിൻ്റെ എക്സാം എഴുതിയത് അബുദാബിയിൽ. അപ്പം ഞാൻ തോറ്റുപോയി. അപ്പം എനിക്ക് മനസ്സിലായി, അന്നേരം എനിക്ക് കുറച്ചെങ്കിലും തിയറി അറിയാമായിരുന്നു നേഴ്സിങ്ങിൻ്റെ. ഇതിപ്പോൾ കുറേ വർഷമായിട്ട് എനിക്ക് തിയറി ഒരു കുന്തവും അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കിട്ടത്തില്ല എന്നുള്ള കാര്യം. എങ്കിലും ഞാൻ ചുമ്മാ അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ എഴുതി. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ. 2 മാസം കിട്ടി. ആ 2 മാസം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെങ്കിലും പക്ഷേ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സാമിന് പോയിരുന്നപ്പോഴത്തേക്കും
എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചതൊന്നുമല്ല എന്ന്. കാരണം ഞാൻ പഠിച്ചതൊന്നുമല്ല വന്നിരിക്കുന്നത്, ആ സിസ്റ്റത്തിലുള്ളതെന്ന് പറയാൻ ഞാൻ പഠിച്ചതൊന്നുമേ വന്നിട്ടില്ല. 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നേർച്ച വസ്തുക്കളുടെ എല്ലാവരും പറയുന്നേക്കാം നമുക്കിങ്ങനെ ഉപ്പ് കൊണ്ടുപോകണം, ഉപ്പ് കൊണ്ടുപോയി പിന്നെ തൈലം പൂശുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉപ്പ് കൊണ്ടുപോയി. പക്ഷേ ടിഷ്യൂവിൻ്റെ അകത്ത് ഞാൻ ഉപ്പൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറയുക ഫുൾ ടെസ്റ്റിങ്. എന്നിട്ട് പറഞ്ഞു ആ ഉപ്പൊക്കെ മാറ്റിക്കളെ. പക്ഷേ ഞാൻ എൻ്റെ അടുത്തു എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പം കാശുരൂപം അമ്മയുടെ അതല്ലാത്ത ഒരു ഉടമ്പടി എടുത്ത മറ്റേ കാശുരൂപം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ കാശുരൂപം എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് ഒരു പിൻ ചെയ്ത് കുത്തിയിട്ടു. പക്ഷെ അത് എന്തുകൊണ്ട് അവരെങ്ങനെ നോക്കിയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഇങ്ങനെ അവർ നോക്കും. ഈ എയർപോർട്ടിലൊക്കെ നോക്കുന്നതല്ല, ഫുൾ ബോഡി ചെക്കപ്പ് എക്സാമിൻ്റെ എഴുതുമ്പോഴത്തേക്ക്. പിന്നെ പക്ഷെ ഞാൻ ഈ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു, അത് ഞാൻ ആ സിസ്റ്റത്തിൽ ഇങ്ങനെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ എനിക്കറിയാം അത് മാതാവിൻ്റെ, കാരണം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തോറ്റു പോകുന്നത്. കാരണം എനിക്കറിയാം, കാരണം ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് കരയാൻ തന്നെ, 2 കണ്ണിൽ കൂടെ അങ്ങ് കണ്ണുനീര് വരും. ഞാൻ ദൈവമേ ഇങ്ങനെ ആയല്ലോ. ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഹസ്ബൻഡിനെ കൊണ്ട് കുറേ പൈസ ചിലവാക്കിച്ചു, ഇനിയും പൈസ ചിലവാക്കിക്കുകയാണല്ലോ എന്നുള്ള വിഷമത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ വേറെ കുറേ പഠിച്ചായിരുന്നു, അതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതാണ് വിഷമം. ഒന്നാമത്തെ കാര്യം അതാണ് എനിക്ക് വിഷമം. അങ്ങനെ ഇരുന്ന് പക്ഷേ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എപ്പോൾ തോറ്റു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 150 ക്വസ്റ്റ്യൻസും ഹാഫ് ആൻ അവർ മുൻപേ, എക്സാമിൻ്റെ ഹാഫ് ആൻ അവർ മുൻപേ ഞാൻ പൂർത്തിയാക്കിയിട്ട് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോഴും വെളി ഹസ്ബൻഡും പിള്ളേരും നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറയാണ് ഞാൻ തോറ്റു പോകും കേട്ടോ, എനിക്ക് ഒന്നും കിട്ടത്തില്ല, കാരണം ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 150 ക്വസ്റ്റ്യൻസിൽ 10 ഞാൻ ചുമ്മാ എഴുതി. പക്ഷേ ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ മാതാവിൻ്റെ ആ കാശിനും കൈ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എഴുതിയത്. എനിക്ക് ഉറപ്പാണ് മാതാവ് എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ എഴുതിപ്പിച്ചതാണെന്നറിയാം. റിസൾട്ട് പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ വരുന്നത് മാർച്ച് 12-നാണ്. അപ്പോൾ മാർച്ച് 11-നാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഒന്ന് തരാമോ, എനിക്കൊരു ഗിഫ്റ്റ്. എല്ലാവരും പറയും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, മാതാവ് എനിക്ക് ഒന്ന് ഗിഫ്റ്റായിട്ട് തരാമോ എന്നൊക്കെ എനിക്കും ചോദിച്ചു മാതാവിനോട്. എനിക്കറിയത്തില്ല. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ DHA എക്സാം പാസ്സായി. ഞാൻ DHA ഹോൾഡറായി അവിടുത്തെ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം, കാരണം ഹസ്ബൻഡ് ജോലി ഇട്ട് തരും മറക്കാനായിട്ട് എനിക്ക് കിടക്കുക. രണ്ടാമത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ DHA എക്സാം പാസ്സാകുന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് അഹങ്കാരം വന്നതെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർത്തു എക്സാം പാസ്സായി ലൈസൻസൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എനിക്കിനി ജോലി പെട്ടെന്ന് കിട്ടുമെന്ന് ഓർത്ത് ഞാൻ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും എല്ലാം കൊണ്ട് കൊടുത്തു. പക്ഷേ 2 മാസം 4 മാസം 6 മാസം ആയിട്ട് ഒരു ജോലിയുടെ വരാൻ അനക്കമില്ല. ഇൻ്റർവ്യൂ ഒക്കെ അങ്ങും ഇങ്ങൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് പോവും ഫെയിലാവും. അപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ ഭയങ്കര ഒരു ഡിപ്രസീവ് മൂഡാണ്. വീട്ടിൽ വന്നിരുന്ന് പിള്ളേരോടെല്ലാം ഭയങ്കര ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം. ഹസ്ബൻഡ് പറയും ദൈവമേ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തൊരു മൂകത, ഇവിടെ ശ്മശാന മൂകതയാണ്. കാരണം ഞാൻ അതുപോലെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഒരിടത്തൊന്നും ജോലിയും കിട്ടുന്നില്ല, ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒരു വരുന്നെങ്കിൽ വന്നോർത്ത് വിഷമമായി എനിക്ക് ചെസ്റ്റ് പെയിൻ വന്നു. കാരണം അപ്പം അവർക്ക് തന്നെ അത്ഭുതം, ഡോക്ടേഴ്സിന് ഇത്ര വയസ്സിൽ ചെസ്റ്റ് പെയിൻ വരുന്നു. കാരണം ചെസ്റ്റ് പെയിൻ വന്നിട്ട് എന്നെ അവർ ഹോസ്പിറ്റലിൽ കയറ്റി. അപ്പം ഹോസ്പിറ്റലിൽ കയറുന്നതിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഔട്ട് ഓഫ് കൺട്രി, അവിടെ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ. എൻ്റെ മൂത്ത കുഞ്ഞിനെ ഞാനിപ്പോൾ സ്കൂളിൽ വിട്ടു. രണ്ടാമത്തെ ആളെ അവൻ 1-ലാണ് പഠിക്കുന്നത്. 1-ാം ക്ലാസ് ആണെങ്കിലും ബസ് വന്നിട്ട് ഞാൻ ഈ ചെസ്റ്റ് പെയിനും വെച്ചുകൊണ്ട് ഞാൻ അവനെ ബസ് കയറ്റി വിടാൻ പോകും, വേറെ ആരും ഇല്ല. അപ്പോൾ അവൻ ബസ് കയറ്റി വിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇതുപോലെ ചെസ്റ്റ് പെയിൻ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സിമി നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്നത്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്, കുറച്ച് കടന്നാൽ മതി അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ എന്നെ പിന്നെയും വിളിച്ച് പറയാണ് സിമി നീ പോ, എന്തൊരു കഷ്ടമാണ്. ഹസ്ബൻഡ് വരാൻ പറ്റുന്ന സ്റ്റേജില്ല, കാരണം ഔട്ട് ഓഫ് കൺട്രി, നമ്മുടെ ഇവിടെ ഇല്ല, അതൊരു ഈ ഓഫീസിലെ ആവശ്യത്തിന് പോയതാണ്. അങ്ങനെയായി എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് വഴക്ക് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എമർജൻസി കയറ്റുക എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് മാത്രമായിട്ടാണ് ചെല്ലുന്നത്. കാരണം ഞാനൊരു IC സ്റ്റാഫാണ്. അപ്പോൾ എനിക്കറിയാം ഈ കാർഡിയോളജി പ്രോബ്ലം എങ്ങനെയൊക്കെ ആകുമെന്ന്.
അവർ വന്ന് പറഞ്ഞു എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു എക്കോയോ, ഇതിപ്പോൾ ശരി ഓക്കെ അപ്പോൾ എനിക്ക് എന്നാൽ എക്കോ എടുത്തോട്ടെ, അറിയുകയും ചെയ്യുമല്ലോ. എക്കോ ചെയ്യുന്ന കഴിഞ്ഞാൽ അവർ പറഞ്ഞു അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഉടനെ അവർ പറഞ്ഞു ഇനി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഞാനപ്പോൾ ഓർക്കും ദൈവമേ ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം മുഴുവൻ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഞാൻ അത്ര ഓർക്കുന്നില്ല ആൻജിയോഗ്രാമിനെ കുറിച്ച് അത്ര. അത് കേട്ടോ എക്കോയ്ക്ക് വലിയ വിഷമമില്ല, പക്ഷേ ആൻജിയോഗ്രാം നല്ല വിഷമമായി. ഞാൻ ആദ്യം ഓർത്തിന് കുഞ്ഞുങ്ങളെയാണ്, വേറെ ആരുമല്ല, എൻ്റെ പിള്ളേരെയാണ് ഓർത്ത്. ഞാൻ കരയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ആൻജിയോഗ്രാമിൻ്റെ കാര്യം കേട്ടപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാനവിടെ ബെഡിലേ കിടക്കുക ഹോസ്പിറ്റലിൽ. ആരുമില്ല എൻ്റെ കൂടെ, ഒരു മനുഷ്യരില്ല, എൻ്റെ പേരൻസ് ഇല്ല, ഹസ്ബൻഡില്ല, എൻ്റെ മക്കളില്ല, ആരുമില്ല. അപ്പം മാതാവ് മാത്രമല്ല എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയുന്നത് പോലെ എന്നോട് വിഷമിക്കേണ്ട. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പള്ളിയിലെ ചേച്ചി എന്നെ വിളിക്കുകയാണ്. സിമി, ഒക്ടോബറിലാണ് ഞാൻ അഡ്മിറ്റ് ആകുന്നത്. അപ്പം പറഞ്ഞു സിമി, നമ്മുടെ മാതാവിൻ്റെ ജപമാല റാലിയുണ്ട്, ഇവിടെ നമുക്ക് കൂടാൻ പറ്റാത്ത കാരണം അബുദാബി പള്ളിയിൽ ചെറിയൊരു റാലി പോലെ ഉണ്ട്, നീ ഇത് പങ്കെടുക്കാൻ വരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, ഞാനിവിടെ അഡ്മിറ്റാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണ് ഞാൻ വരണോ? ആരുമില്ല, ഞാൻ വരാം കേട്ടോ, ഞാൻ വരാം, ഞാൻ ഇപ്പോൾ വരാം, നീ എവിടെ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു ചേച്ചി വരണ്ട, നിങ്ങൾ എടുത്തൊന്നുമില്ല, അങ്ങനെ വന്നാലും കാര്യമില്ല. പക്ഷേ എന്നോട് അന്നേരം തന്നെ ചേച്ചി പറഞ്ഞു നീ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്കോ നോർമൽ, ആൻജിയോഗ്രാം നോർമൽ. എൻ്റെ ദൈവം തന്നെ അത് ഭയങ്കര ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എനിക്ക് ഓർക്കാൻ കൂടി പറ്റിയ തരത്തിലൊരു കാര്യമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ജോലിയുടെ കാര്യം വിട്ടു. കാരണം മനസ്സ് വിഷമിച്ച് എപ്പോഴും ഈ ജോലി ഊണിൽ ഓർക്കത്തിൽ എപ്പോഴും ജോലി പ്രതീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഈ ജോലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ ജീവിതമാണ് പോകുന്നതെന്ന് പിടികിട്ടി. ഞാനിപ്പോൾ പിന്നെ ജോലിയെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. അപ്പോഴാണ് എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുക, ഓൺലൈൻ ഇൻ്റർവ്യൂ, ഗൂഗിൾ മീറ്റ് വഴി ഒരാൾ വിളിക്കുകയാണ്. അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അന്ന് വരെ ഞാൻ ചാടി വീഴുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരി ഞാൻ അറ്റൻഡ് ചെയ്യാം. ഉടനെ അവർ ഇൻ്റർവ്യൂവിന് ഡേറ്റ് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ലേഡിയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഇൻ്റർവ്യൂ എടുത്തപ്പം എന്തൊക്കെയോ അവർ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയേ ഇല്ല. പക്ഷെ പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിക്കുകയാണ്, സിമി യു ആർ സെലക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാസ്സായോ? കാരണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എങ്ങനെ ഞാൻ പാസ്സായെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം അവർ പറയുകയാണ് പ്രോസസ്സിങ് എല്ലാം ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, കാരണം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഈ ജോലിക്ക് പോകുന്ന കാര്യത്തിന്. അങ്ങനെയായി. പിന്നെ അവർ തന്നെ ഇങ്ങോട്ട് ദൈവം മുൻകൈ എടുത്തതുപോലെയാണ് ഇങ്ങോട്ട് തന്നെ പറയുകയാണ്, സിമി അടുത്ത ആഴ്ച നിൻ്റെ റെഫറൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റെഫറൻസ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫിൻ്റെയും ഒരു ഡോക്ടറിൻ്റെയും റെഫറൻസ് വേണം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ആരുടെയും നമ്പറില്ല. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണ് മിക്കവരും, പിന്നെ കുറച്ച് പേരെല്ലാം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആരുടെയും ഫോൺ നമ്പരൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ ആരുടെ ഫോൺ നമ്പർ കൊടുക്കാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ ഓർക്കുകയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബുദാബി തന്നെയുണ്ട്. ഞാനിപ്പോൾ അവളവിടെ ഒരു SSMC എന്ന് പറയും, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അവിടെ വർക്ക് ചെയ്യുന്നത്. ഉടനെ തന്നെ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അവളൊരു റെഫറൻസ് കൊടുത്തു. പിന്നെ ഒരു ഡോക്ടറും റെഫറൻസ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായിരുന്ന ഡോക്ടർ, ആ ഡോക്ടറിന് റെഫറൻസ് കൊടുത്തു. അപ്പോൾ റെഫറൻസ് ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ തടസ്സങ്ങളാണ് ഈ ജോലിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഈ ജോലി തന്നാൽ മതി. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിയേക്കെ, എനിക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ദുബായ് DH ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൺവേർട്ട് എങ്ങനെ ചെയ്യുന്നത്? അവർ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പണ്ട് ഇതൊരു ഹാദിൻ്റെ, അതായത് ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി എന്ന് പറയുന്ന ഒരു ലൈസൻസായിട്ട് ഇത് ലിങ്ക് ചെയ്ത് കിടക്കുക. അപ്പോൾ എപ്പം നോക്കിയാലും
ഇതിൻ്റെ നമ്പറാണ് വരുന്നത്. എൻ്റെ ഈ DHL നമ്പർ വരുന്നേ ഇല്ല. അവർക്കപ്പോൾ 2 മാസത്തോളം അവർ പുറകെ നടന്ന്, അവിടുത്തെ HR ഓഫീസർ ഇങ്ങനെ പുറകെ നടന്ന് നോക്കുക, പക്ഷെ അത് ശരിയാകുന്നില്ല. പിന്നെ പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എന്നാൽ ശരി ഞാൻ വേറൊരു മാർഗം വഴി നോക്കാം. പുള്ളിയും വളരെ കാമായിട്ട് ഞാൻ ഓർക്ക് ഈ 2 മാസം എന്നൊക്കെ പറയാം, നമുക്കാണെങ്കിലും ദേഷ്യം വരും. ഒരാളുടെ തന്നെ പുറകെ ഇപ്പം ഞാൻ മാത്രമുള്ളൂ ജോലിക്ക്, എത്രയോ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എന്നെ തന്നെ മതി അവർക്ക് ജോലിക്ക്, വേറെ ആൾക്കാരെ കിട്ടും അവർക്ക്. പക്ഷെ ഇതൊന്നുമല്ല, ദൈവം തീരുമാനിച്ചതുപോലെയാണ്. അപ്പോൾ എന്നോട് പറയുകയാണ് വളരെ കാമായിട്ട്, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല സിമി, കുഴപ്പമില്ല, സമയം എടുത്തോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഞാൻ വേറെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് വലിയ പണിയാണ്. കാരണം അത് നാട്ടിലാണ്, ഞാൻ അബുദാബിയിൽ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഞാൻ നാട്ടിലാണ് പഠിച്ചത്. അപ്പം നാട്ടിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റാണ് വേണ്ടിയത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് BSc പഠിക്കാൻ വേണ്ടി ഞാൻ കർണാടക യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ ഒരു മാർഗ്ഗവുമില്ല. അപ്പം എങ്ങനെ കിട്ടും? ഒരു മാർഗ്ഗമില്ല. ഞാനോർത്ത് എൻ്റെ ദൈവമേ എന്നാ ചെയ്യും, ഇത്രയും എനിക്ക് എങ്ങനെയാണല്ലോ എല്ലാം വരുന്നത്, അവസാനം വന്നിട്ട് അങ്ങ് പോകും. അപ്പം ഞാൻ ഓർത്ത് ഇനി എന്തേലും വരട്ടെ എന്ന് ഓർത്തു. പക്ഷേ ഈ അവരെന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചാൽ യൂണിവേഴ്സിറ്റിയിലോട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടണമായിരുന്നു, എനിക്കൊരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ഉടനെ അവർ പറയുക, അതിപ്പോൾ വിഷു ഈസ്റ്ററൊക്കെ അവിടെയൊക്കെ ഹോളിഡേ ഒക്കെയാണ്, ഭയങ്കര അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നും പെട്ടെന്നൊന്നും കിട്ടത്തില്ല. എങ്ങനെയാണല്ലോ ഒരു 17 ദിവസം 20 ദിവസം അത് മിനിമമാണ് പറഞ്ഞത്, എങ്ങനെയാണല്ലോ ഒരു 1 മന്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മന്തോ, ശരി ഒന്നും പറഞ്ഞപ്പോൾ ഞാനും ചോദിച്ചു. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് വെറും 3 ദിവസം കൊണ്ടാണ് എനിക്കെന്നെ കൈ കിട്ടുന്നത്. 3 ദിവസം കൊണ്ട് കിട്ടി. 1 മാസം അവർ പറഞ്ഞത് 3 ദിവസം കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ കിടക്കുന്നു എൻ്റെ അതിൽ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് ചെയ്ത് ഞാൻ 2025 പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2025 എൻ്റെ എക്സ്പയർഡ് ആയിപ്പോയി. അപ്പോൾ അത് എക്സ്പയർഡ് ആയിപ്പോയി റിന്യൂ ചെയ്യണമെങ്കിൽ 1.5 മാസം, ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 1.5 മാസം. ഇതെല്ലാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, ഇത്രയും മാസങ്ങൾ ഇനിയും കിടക്കുന്നു, അപ്പോൾ അത് പോയത് തന്നെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവിടെ ഈ എൻ്റെ ഫാദറും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും കൂടെ ട്രിവാൻഡ്രത്ത് ഓഫീസിൽ ഡയറക്റ്റ് ചെന്നിട്ട് അവർ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഇങ്ങനെ കൊച്ചിനൊരു ജോലിക്ക് വേണ്ടി അവൾ നോക്കുന്നത്, അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. ഈ 3 മാസം ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിനും രജിസ്ട്രേഷനും പറഞ്ഞിരുന്ന ആ സർട്ടിഫിക്കറ്റ് വെറും 1 ആഴ്ച കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് അപ്പം 1 ആഴ്ച എടുത്തുള്ളൂ. ഞാൻ ഈ 1 ആഴ്ച കൊണ്ട് ഇതും സബ്മിറ്റ് ചെയ്തു. ഇപ്പം എനിക്ക് ഓഫർ ലെറ്റർ അവിടുന്ന് വന്നു. എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു, ഒത്തിരിയേറെ നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡൊക്കെ അവിടെയാണ്, ഞാൻ തന്നെയാണ് വന്നത്. അപ്പം എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ഒരിതിലാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. ദൈവം എനിക്ക് അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അവിടെ ഒത്തിരി നമുക്ക് അബുദാബിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓർക്കും, അബുദാബി ഗൾഫിലല്ലേ, കാശുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ ഓർക്കും. പക്ഷേ അങ്ങനെയല്ല, ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യം. കാരണം ഞാൻ മാളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ ക്ലീനേഴ്സ്, വണ്ടി കഴുകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി റോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരു വെയിൽ, ഇവിടുത്തെ വെയിലിന്ന് അതിനേക്കാളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വെയിലിൽ നിന്നുകൊണ്ട് ഈ ആൾക്കാർ കഷ്ടപ്പെട്ട് നിന്നാണ് പണിയെടുക്കുന്നത്. അപ്പം ഞാൻ എപ്പം മാളിൽ പോയാലും, കാരണം ഞാൻ മിക്കപ്പോഴും മാളിൽ സാധനങ്ങളൊക്കെ എപ്പോഴും വാങ്ങിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ആ മാളിൽ പോകുമ്പോൾ ഞാൻ ജ്യൂസ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക്, കാരണം നമുക്ക് ഇവിടുത്തെ പല അനാഥാലയങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഫാഷൻ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കും, അതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്നെ എടുക്കും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി. കാരണം എൻ്റെ ഹസ്ബൻഡാണിത് പറഞ്ഞത്, എന്നോട് പറഞ്ഞു ഇനി ഒത്തിരിയേറെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട്, ഹസ്ബൻഡ് അറിയാം. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഇവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവരോട് പറയുമ്പം ഇന്നാന്ന് പറഞ്ഞല്ല പോകുന്നത്, ജ്യൂസ് കൊടുത്തടാ എന്നാ ജ്യൂസ് എന്ന് പറഞ്ഞല്ല പോകുന്നത്. അവിടെ കൊടുക്കുമ്പോൾ ഞാൻ പറയും ഗോഡ് ബ്ലെസ് യു ബ്രദർ എന്ന് പറയും. അപ്പോൾ അവർക്ക് ചിരിയുണ്ട്. എന്ത് ഇതെന്നറിയാം, അന്നേരം അവരുടെ ആ മനസ്സിൻ്റെ ആ വിഷമമാണ് അവൻ്റെ ആ ഇതിൽ കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഞാൻ പത്രം, കൃപാസിൻ്റെ പത്രമൊക്കെ എനിക്ക് അവിടെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളായിരുന്നു, ഈ കിട്ടത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ആ ചേച്ചി അബുദാബിലുള്ള, ഞാൻ പറഞ്ഞ ആ ചേച്ചി എന്തോ എനിക്കൊന്ന് ഇവിടുന്ന് ഏജൻറ്റ് എങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നു, കുറേ പത്രം ആ ചേച്ചി എപ്പോഴും എല്ലാ മാസം കൊണ്ടുവരും. അപ്പോൾ ആ പത്രം എന്നെ വിളിക്കും, എന്നെ വിളിച്ചിട്ട് ഞാനത്
അർഹതപ്പെട്ടവർക്ക് എല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ഈ ചങ്ങനാശ്ശേരി ചന്ത ആ ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാം ഈ പത്രം നടന്ന് കൊടുത്തു. അപ്പം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുണ്ട് എൻ്റെ കൂടെ, അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പത്രം ഇങ്ങ് തന്നേക്കെ, കാരണം കൊച്ചിനെയും കൊണ്ട് വെയിലത്ത് നടക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാങ്ങിക്കുന്ന നിന്നോട് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ കൊച്ചിന് ഒരു ഇതായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ കൊണ്ടുവന്ന് പത്രം കൊടുക്കുന്നത്, അല്ലാതെ എനിക്ക് വെയിലൊന്നൊരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ സാക്ഷ്യം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് കുമ്പസാരിക്കും, 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ കുർബാന കാണാറുണ്ട്. പിന്നെ എനിക്കറിയില്ല, ബാക്കി എൻ്റെ ദൈവത്തിന് ഒത്തിരി 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 നന്ദി. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ദൈവം നമുക്ക് ആവശ്യമായ അനുഗ്രഹം ശരിയായ സമയത്ത്, അതായത് യഥാസമയത്ത് തന്നെയാണ് നൽകുന്നത്. കർത്താവിൽ സന്തോഷിക്കുവാനും സാഹചര്യങ്ങൾ ഏത് തന്നെയായാലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രതീക്ഷയോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ് ഉടമ്പടി മക്കളെ ഉടമ്പടിയിലൂടെ ദൈവം വിളിക്കുന്നത്. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം. കൃഷിക്ക് നമുക്ക് ശരിയായ സമയത്ത് മഴയുണ്ടെങ്കിലേ, ആവശ്യാനുസരണം വൃഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫലം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും വേണ്ട സമയത്ത്, വേണ്ട അളവിൽ, വേണ്ട രീതിയിൽ അനുഗ്രഹം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു പക്ഷേ ജോലിക്കാര്യമാവാം, പരീക്ഷകളാവാം, ഇൻ്റർവ്യൂകളാവാം, എന്തു തന്നെ ആയാലും ഒരു കർഷകൻ വിതച്ചിട്ട് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതം നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി, ആ ശരത്കാല വൃഷ്ടിക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും വരണ്ട മണ്ണ് പോലെ തോന്നിയാലും ശരിയായ സമയത്ത് അനുഗ്രഹം പെയ്യുന്ന ഒരു ദൈവമാണ് ഉടമ്പടി ദൈവം. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും, വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കും, കണ്ണീരിൽ നിന്ന് സന്തോഷത്തിലേക്കും നമ്മെ നയിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തെ നാം കാണുന്നതും കേൾക്കുന്നതും. വരണ്ട ഹൃദയത്തിൽ കാത്തിരിക്കാൻ ക്ഷമയുള്ള, വിശ്വാസമുള്ള, വിശ്വസ്തതയുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് പറയാം. സിമി ജേക്കബ് എന്ന മകളുടെ സാക്ഷ്യം ഇപ്പോൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ഒരു ഓൺലൈൻ സാക്ഷ്യമാണ്. മകൾ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. അവിടെ നിന്ന് ഇന്ന് രാവിലെയാണ് സാക്ഷ്യം പറയുവാനായിട്ട് മാത്രമായിട്ട് ഈ മകൾ ഇവിടെ എത്തിയത്. ജീവിതത്തിൻ്റെ വരണ്ട ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഏതോ ഒരു സഹോദരി അബുദാബി പള്ളിയിൽ വെച്ച് കൃപാസനത്തെപ്പറ്റി സംസാരിച്ചത്. അന്നു മുതൽ കൃപാസനത്തെപ്പറ്റി യൂട്യൂബിൽ ശ്രദ്ധിക്കുകയും കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. കാരണം ഹസ്ബൻഡ് ഒരു IT ഓഫീസറാണ്. നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച ആ സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും വളരെ പെട്ടെന്ന് തന്നെ അറിഞ്ഞ നിമിഷം തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കൃപാസനത്തെപ്പറ്റി അറിയുകയും ചെയ്തിട്ട് ഫലമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞതുപോലെ ഓൺലൈൻ ഉടമ്പടിയും അതുപോലെ തന്നെയാണ്. പ്രാർത്ഥിച്ചതിൻ്റെ 2 ദിവസത്തിന് ശേഷം തന്നെ ഈ മകന് നല്ലൊരു ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. പല പ്രാവശ്യവും പല CV കൊടുക്കുമ്പോഴും ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് റിജക്റ്റ് ആവുന്ന പേപ്പേഴ്സായിരുന്നു, ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ദിവസം കൊണ്ട് ജോലി കിട്ടുകയാണ്. സെയിം CV തന്നെയാണ് സബ്മിറ്റ് ചെയ്തത്. പല പ്രാവശ്യവും തള്ളിക്കളഞ്ഞ ആ CV ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനടി 2 ദിവസം കൊണ്ട് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും? ഇതാണ് ഉടമ്പടിയിലുള്ള ഡിഫറൻസ്. ഇതാണ് നമ്മൾ മറ്റുള്ളവരിലുള്ള വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടി നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ദൈവ സാന്നിധ്യമാണ്, ആ ദൈവ കൃപയാണ്. ഇവിടെയും
ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത ആ സെയിം CV തന്നെ സബ്മിറ്റ് ചെയ്തപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഉടമ്പടി ഉടനടി പരിഹാരം തന്നെയാണ്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയാണ്. പിന്നീട് വളരെ വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഈ മകളൊരു നേഴ്സാണ്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ DHAക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴും അതുപോലെ തന്നെയാണ് ലൈസൻസ് ഹോൾഡറായിട്ട് പിന്നീട് ലഭിക്കുകയും അതും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപം മാത്രമായിരുന്നു ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ഉടമ്പടി ഉപ്പ് മറ്റാരോ തന്ന ഉപ്പാണ്. എവിടെ പോയാലും എന്തിനു പോയാലും ഉടമ്പടി കാശുരൂപം അമ്മയുടെ സാന്നിധ്യം മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഈ മകൾ പോയിക്കൊണ്ടിരുന്നത്. ഉടമ്പടി ഉപ്പും വിശ്വാസത്തിൻ്റെ പ്രയോഗത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് DHA ലൈസൻസ് ഹോൾഡർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥന ഫലമായിട്ടാണ് DHA ലഭിക്കുകയും പിന്നീട് ഈ മകൾ വിചാരിച്ചു ഇനി എനിക്കെല്ലാം സാധിച്ചു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം മുന്നോട്ട് പോകുമെന്ന് കരുതി. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പക്ഷേങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അത് നടന്നില്ല. പെട്ടെന്നൊരു രോഗാവസ്ഥയിലേക്ക് പോവുകയാണ്. ആ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആരുമില്ല കൂടെ. അവിടെയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മനസ്സിലാക്കാനായിട്ട്. ആ സാന്നിധ്യം മനസ്സിലാക്കിയ കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ടാണ് അവിടെയും അമ്മയുടെ ഇടപെടൽ കണ്ടത്. ആ കൃപാസനത്തിൽ പരിചയപ്പെടുത്തിയ ആ ചേച്ചി തന്നെ ആ തക്ക സമയത്ത് അവിടെ ഫോൺ ചെയ്യുകയും പെട്ടെന്ന് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിനെ പറ്റി ഈ മകളോട് പറയുകയാണ്. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് രോഗസൗഖ്യം ലഭിക്കുകയാണ്. ഇവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലാണ്. ഇതുമൂലമാണ് അത് തന്നെയാണ് പറഞ്ഞത് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, നിങ്ങൾ ദൈവത്തോട് സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. ഇവിടെയും ഈ മകൾക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലുകളും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് രോഗസൗഖ്യം കിട്ടി. ജോലിയെപ്പറ്റി ആഗ്രഹിച്ചില്ല. പക്ഷെങ്കിൽ നമ്മൾ ഓരോ കാര്യവും നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ ഓരോ നിയോഗം മറക്കില്ല. ആ നിയോഗം വെച്ച കാര്യവും ഈശോമ്മ ഏറ്റെടുക്കുകയാണ്. അത് പിന്നീട് പെട്ടെന്ന് തന്നെ കിട്ടാതിരുന്ന സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും അത് കിട്ടാതിരുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും പിന്നീട് ഇടപെടലിലൂടെ പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ മധ്യസ്ഥതയിലൂടെ ഓഫർ ലെറ്റർ കിട്ടി. ഇന്ന് രാവിലെ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് സിമ്മി ഇന്ന് വന്നിരിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം. ഇവിടെ ഈ സിമി എന്ന സഹോദരിയുടെ ജീവിതത്തിൽ അതുതന്നെയാണ്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നെങ്കിലും വളരെ നല്ല വിശ്വാസത്തോടെയാണ്, സ്നേഹത്തോടെയാണ് കാരുണ്യ പ്രവൃത്തികളും ആത്മീയ ജീവിതവും നയിച്ചത്. ഒരുപക്ഷെ യൂട്യൂബിൽ കൂടെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതിൻ്റെ അച്ഛൻ്റെ ധ്യാനം കൂടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയാണ് സിമി ഉടമ്പടി ജീവിതം നയിച്ചത്. ഉടമ്പടി ഓൺലൈൻ ജീവിതം. ഇങ്ങനെ ഒരു സാക്ഷ്യം എന്ന് പറയണമെങ്കിൽ, ഇങ്ങനെയൊരു സാക്ഷ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഉടമ്പടി ജീവിതം വളരെ ക്ലിയറായിട്ട് നല്ല വിശ്വസ്തത്തോടെ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ സാധിച്ചത്. കാരുണ്യ പ്രവർത്തനങ്ങൾ കുഞ്ഞിനുമായിട്ട് പോയപ്പോൾ ഒരു ചേട്ടൻ സഹതാപത്തോടെ പറഞ്ഞത്, മോടെ ആ പത്രമെങ്കിൽ തന്നേക്ക്, കുഞ്ഞുമായിട്ട് വെയിലത്ത് പോകണ്ട എന്നാണ്. പക്ഷെങ്കിൽ ഈ മകൾ പറഞ്ഞു കൊടുത്തത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അടുത്തറിഞ്ഞ ഓരോ വ്യക്തികളും മഴയോ വെയിലോ ഒന്നും കണക്കാക്കാതെ ദൈവസ്നേഹത്തെ പ്രതി അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ആ സ്നേഹവും ദൈവസ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധമുണ്ടാകുമ്പോൾ ആ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള ഓരോ അവസരവും പാഴാക്കാതെ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നെങ്കിൽ ഇന്ന് രാവിലെയാണ് വെളുപ്പിനെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാവാൻ സാധിച്ചത്. ഏറ്റവും പിന്നിൽ കിടന്നവർ മുൻപിലാകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. എവിടെ നിന്നായാലും ഏത് ദേശത്തായാലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സഞ്ചാരി മാതാവിൻ്റെ കൃപയുണ്ട്, ഈശോയുടെ അമ്മയുടെ അനുഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കൃപയുടെ മഴ പെയ്യിച്ച് നമ്മുടെ വരണ്ട ജീവിതത്തിൽ ആ ശരത്കാല വൃഷ്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവാകുന്ന ദൈവം വരണ്ട ഹൃദയത്തിൽ
കാത്തിരിക്കുവാനുള്ള ഒരു ക്ഷമയും വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നമ്മുടെ നന്മയ്ക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സിമി ജേക്കബിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.